ഹായ് ഓൾ, എട്ടാം ക്ലാസ്സിലെ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പോയം ഫുള്ളായിട്ട് അതിൻ്റെ അർത്ഥം പറയുകയും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒറ്റ വീഡിയോ കാണാത്ത കുട്ടികൾ എല്ലാവരും ഇത് പോയിട്ട് കാണുക. നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ 3 വ്യക്തികളെ അവരുടെ ഫോട്ടോ സഹിത ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആരൊക്കെ? ഒന്ന് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, അല്ലേ? ഈ 3 പേർക്ക് ഒരു പ്രത്യേകത, 3 പേരും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആദ്യത്തെ ആള് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഫിസിസ്റ്റ് ആണ്, കോസ്മോളജിസ്റ്റ് ആൻഡ് ഓതർ, അങ്ങനെ ആ രീതിയിൽ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. രണ്ടാമത്തത് അരുണിമ സിൻഹയാണ്, ഒരു ഫസ്റ്റ് ഫീമെയിൽ ആംബ്യൂട്ടി ടു ക്ലൈം എ മൗണ്ട് എവറസ്റ്റ്, അല്ലെ? മൗണ്ട് എവറസ്റ്റ് കയറി ആദ്യത്തെ ആംബ്യൂട്ടി ആയിട്ടുള്ള, അതായത് നമ്മളൊരു അംഗവൈകല്യം സാധിച്ചില്ലേ ശരീരത്തിന്, പിന്നെന്താ പറയാ, ഒരു സെപ്പറേറ്റ് ആയിട്ട് വെച്ച് പിടിപ്പിച്ചല്ലേ, അതിനാണ് നമ്മൾ ആംബ്യൂട്ടി എന്ന് പറയാം. അവരങ്ങനെ ആദ്യമായിട്ട് എവറസ്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ രവീന്ദ്ര ജെയിൻ ആണ്, അദ്ദേഹം ഒരു ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സൺ ആണ്, മ്യൂസീഷ്യനും കമ്പോസറും പാട്ടുകാരനൊക്കെ, അല്ലേ? പ്ലേ ബാക്ക് സിംഗറൊക്കെ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനും മ്യൂസീഷ്യനും ഒക്കെ ആയിട്ടുള്ള വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിത കഥ എന്നാണ് പറഞ്ഞത്. ഇത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെലൻ കെല്ലർ, വളരെ പ്രശസ്തയായ ഒരു ലേഡിയാണ് ഹെലൻ കെല്ലർ. അവരാരാണ് എന്നുള്ള അവരുടെ ഓതർ എന്നുള്ള സെക്ഷനിൽ, എബൌട്ട് ഓതർ എന്നുള്ള സെക്ഷനിൽ അവരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ 1880 to 1968 വരെയാണ് ജീവിച്ചിരുന്നത്. അമേരിക്കൻ ആണ് അവര്, അൽബാമയിലാണ് ജനിച്ചിട്ടുള്ളത്. അവർക്ക് പിന്നെ ഷീ ലോസ്റ്റ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് 19 months ആഫ്റ്റർ ബർത്ത് ഡ്യൂ ടു ആൻ അൺഡയഗ്നോസ്ഡ് ബ്രെയിൻ ഡിസീസ്. കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത എന്താണ് കാരണം? അസുഖം ബാധിച്ചു, ബ്രെയിനിന് ബാധിച്ചു അസുഖം കാരണം 19 മാസം പ്രായമുള്ളപ്പോൾ തന്നെ അവർക്ക് എന്ത് സംഭവിച്ചു? സൈറ്റ്, കാഴ്ചയും നഷ്ടപ്പെട്ടു, ഹിയറിംഗ് കേൾക്കാനുള്ള ശക്തിയും നഷ്ടപ്പെട്ടു, രണ്ടും കൂടി നഷ്ടപ്പെട്ടു. അത്രയും ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരു ജീവിതം അനുഭവം ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഷീ വെന്റ് ടു ബിക്കം ദ ഫസ്റ്റ് ഡിഫറെന്റ്ലി ഏബിൾഡ് പേഴ്സൺ ടു ഗ്രാജുവേറ്റ് ഇൻ അമേരിക്ക. അമേരിക്ക ആദ്യമായിട്ട് ഗ്രാജുവേഷൻ ഡിഗ്രി നേടിയ ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അവര്. She was considered one of the 100 most influential people in the country. അമേരിക്കയിൽ തന്നെ 100 പേരെ എടുക്കുകയാണെങ്കിൽ, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള 100 മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ടുള്ള 100 പേരെടുക്കുകയാണെങ്കിൽ അവരൊന്നാണ് അവര്. ടുഡേ ഹെലൻ കെല്ലർ ഈസ് എ സിംബിൾ ഓഫ് ഡിറ്റർമിനേഷൻ. അവര് ഒരു ദൃഢനിശ്ചയത്തിന്, കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഡിറ്റർമിനേഷൻ, അവരുടെ ദൃഢനിശ്ചയത്തിന്റെയും അവരുടെ എൻഡുറൻസ്, അവരുടെ സഹിഷ്ണുതയുടെയും സ്ട്രഗിളിന്റെയും അവരുടെ പോരാട്ടത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് അവരെ കണക്കാക്കുന്നുണ്ട്. ഹർ ഓട്ടോബയോഗ്രഫി, അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഈസ് എ റെക്കോർഡ് ഓഫ് ഹർ സ്ട്രഗിൾ ആൻഡ് സക്സസ്. അവരുടെ പരിശ്രമത്തിന്റെ, അവരുടെ പിന്നെ ജീവിതത്തിലെ വിജയത്തിന്റെയും, അല്ലേ, എല്ലാം കഥയാണ് അതിൽ കൂടുതൽ. അതിൽ നിന്നുള്ള ഒരു പാർട്ട് ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ ചാപ്റ്റർ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്, അല്ലേ? നോക്കാം, നമുക്കത് ചാപ്റ്റർ ആദ്യം മുതൽ ഒന്ന് വായിച്ചു നോക്കാം. The beginning of my life was simple and much like every other little life. I came, I saw, I conquered. As the first baby in the family always does. എന്ന് പറഞ്ഞാൽ എന്താണ്? The beginning of my life, എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? was simple, വളരെ സിമ്പിൾ ആയിരുന്നു. Much like every other life, little life, എല്ലാ കുട്ടികളെ പോലെ എൻ്റെ ജീവിതം വളരെ സിമ്പിൾ ആയിരുന്നു. I came, I saw, I conquered. ഞാൻ വന്നു, കണ്ടു, കീഴടക്കി. കോൺകർ എന്ന് പറഞ്ഞാല് കീഴടക്കുക, അല്ലെ? ടു ഗെയിൻ കൺട്രോൾ, കീഴടക്കുക. ആസ് എ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ആൾവേസ് ഡസ്. എല്ലാ ഫാമിലിയും ആദ്യത്തെ കുട്ടിയെ ഭയങ്കര, അല്ലേ, ഒരുപാട് ആദ്യമായിട്ടുണ്ടാകുന്ന കുട്ടിയാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വല്ല ശ്രദ്ധിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വന്നു, കണ്ടു, കീഴടക്കി എന്നാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. There was the usual amount of discussion on a name for me. സാധാരണ ഉണ്ടാവുന്ന പോലെ എന്തായി, എന്റെ പേരിനെ കുറിച്ച്, എനിക്ക് എന്ത് പേരിടാമെന്നതിനെ കുറിച്ചൊരു ഡിസ്കഷൻ, ചർച്ച ഉണ്ടായി. The first baby in the family was not to be lightly named. എന്തായിരുന്നു അവരൊക്കെ വിചാരിച്ചിരുന്ന, ഒരു ആദ്യത്തെ കുട്ടിയാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് പേര് പോരാ, സിമ്പിളായിട്ട് പേരാൻ പറ്റില്ല, ഒരുപാട് ആലോചിച്ച് നല്ലൊരു പേര് വേണം. Everyone was emphatic about it. Emphatic എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ഫീലിംഗ് ഉണ്ട്. സ്ട്രോങ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ശക്തമായ അനുഭവം, ശക്തമായ ഫീലിംഗ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. എങ്ങനെ, എന്തിനെ കുറിച്ചിട്ട് ഒരു പേര് സിമ്പിൾ ആയിട്ട് പോലെ നല്ലൊരു പേര് വേണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും, എവരിവൺ. My father suggested the name Mildred Campbell. മിൽഡ്രഡ് ക്യാമ്പൽ എന്ന് പറഞ്ഞ ശക്തമായ അങ്ങനെ ഒരു പേരായിരുന്നു എൻ്റെ
ഫാദർ സജസ്റ്റ് ചെയ്തത്. ഷീ വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ് ആൻസസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ അല്ലെ, മുൻ തലമുറയിൽപ്പെട്ട ഒരു ആളുടെ പേര് തന്നെയായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. But in the excitement of carrying me to the church, my father forgot the name on the way. എന്നെ ആ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ, പേരിടാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ എക്സൈറ്റ്മെന്റ് ആകാംക്ഷയിൽ അച്ഛൻ ആ പേര് എന്ത് അവിടെ ചെന്നപ്പോ ആ പേര് മറന്നുപോയി, എന്ത് പേരായിരുന്നു കണ്ടിരുന്നത്. When the church minister asked him for it, ചർച്ചിലെ മിനിസ്റ്റർ, അതായത് ചർച്ചിലെ ആള് അല്ലെ, അവിടെ ഇരുന്ന ചർച്ചിലെ ശുശ്രൂഷകൻ ചോദിച്ചപ്പോൾ പേര് മറന്നുപോയി. അദ്ദേഹം പറഞ്ഞു ഹി ഗേവ് ദ നെയിം ഹെലൻ ആഡംസ്. പെട്ടെന്ന് കിട്ടിയ പേരുതായിരിക്കും ഹെലൻ ആഡംസ്, നല്ല കോമൺ ആയിട്ടുള്ള പേര് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? How did Helen got her name? How did ഹെലൻ എങ്ങനെയാണ് ആ പേര് കിട്ടിയത്? How did Helen get her name? എന്താണ് ആൻസർ? എങ്ങനെയാണ് പേര് കിട്ടിയത്? Helen got her name when her father, in excitement of carrying her to the church, forgot the name he had chosen for her, and when the church minister asked, he gave the name Helen Adams. അദ്ദേഹം എന്ത് ചെയ്തു? ഹെലൻ ആഡംസ് ഉള്ള പേരോട് ചർച്ച നമ്മൾ പറഞ്ഞ കാര്യം ചർച്ചിലേക്ക് പോയ പേര് മറന്നുപോയി. അങ്ങനെ ഹെലൻ ആഡംസ് ഉള്ള പേര്, അങ്ങനെയാണ് പേര് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വി ആർ ഗോയിങ് ടു ദി സെക്കൻഡ് പാരഗ്രാഫ്. നെക്സ്റ്റ് പേജിൽ I showed many signs of an eager, self-asserting disposition when I was still a baby. I showed many signs of eager എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു എന്തെങ്കിലും അറിയാനുള്ള ഒരു അല്ലെ, അറിയാനുള്ള ആഗ്രഹം, അങ്ങനെ ഈഗർനെസ് ഉണ്ടായിരുന്നു. സെൽഫ് അസേർട്ടിങ്, അസേർട്ട് എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംതിങ് ക്ലിയർ, അല്ലെങ്കിൽ വളരെ വ്യക്തമാക്കുക, ഉറപ്പിക്കുക എന്നൊക്കെ അർത്ഥം. സെൽഫ് അസേർട്ടിങ്. ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ടെൻഡൻസി, സ്വാഭാവികമായിട്ടുള്ള ഒരു അങ്ങനെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉറപ്പിക്കാനുള്ള ഒരു ഈഗർനെസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഐ വാസ് സ്റ്റിൽ ഞാൻ കുട്ടിയായിരുന്നു, നല്ല അങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. ഐ ഇൻസിസ്റ്റഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ് എവറിഥിങ്. ഇൻസിസ്റ്റ് പറഞ്ഞാല് കാഴ്ചവെക്കുക, എന്ത് കാണിച്ചിരുന്നു? അപ്പോൾ ഇമിറ്റേറ്റിംഗ്. ഇമിറ്റേറ്റ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അനുകരിക്കുക, കോപ്പി ചെയ്യാനുള്ള കഴിവുണ്ട്, അനുകരിക്കാനുള്ള കഴിവുണ്ട്. ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്. മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ അനുകരിക്കുകയും വളരെ ചെറുപ്പത്തിൽ അനുകരിക്കുമായിരുന്നു. അറ്റ് 6 months ഐ കുഡ് പൈപ്പ് ഔട്ട് ഹൗ ഡു യു എന്നൊക്കെ ഉള്ള പോലെ എന്തിനായിരിക്കും. അങ്ങനെ 6 മാസമായപ്പോൾ കുട്ടി ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറയാൻ തുടങ്ങുക വലിയ കാര്യമാണ്. അങ്ങനെ പറയാൻ തുടങ്ങിയത്. വൺ ഡേ, ഒരു ദിവസം, ഐ അട്രാക്റ്റഡ് എവറി വൺസ് അറ്റൻഷൻ. എല്ലാവരും ശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെ ബൈ സേയിങ് ടീ ടീ ടീ, ചായ, ടീ ടീ എന്ന് പറയാൻ തുടങ്ങിയിട്ട്, പറയുന്ന മറ്റു കുട്ടികളൊക്കെ പറഞ്ഞതിനേക്കാളും പ്രായം മുന്നേ തന്നെ പറയാൻ തുടങ്ങിക്കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു, അറ്റൻഷൻ. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ്, എൻ്റെ അസുഖത്തിന് ശേഷവും ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. ഈ ആദ്യത്തെ മാസങ്ങളിൽ ഞാൻ പഠിച്ച ഒരു വാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് അസുഖത്തിന് ശേഷവും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് അതെന്താണ്? ഇറ്റ് വാസ് എ വാട്ടർ. വാട്ടർ എന്നുള്ള വേർഡ് അത്രയും ചെറുപ്പത്തിൽ എനിക്ക് പറയാൻ പറ്റിയിരുന്നു. ഐ കണ്ടിന്യൂഡ് ടു മേക്ക് സം സൗണ്ട് ഫോർ ദാറ്റ് വേർഡ് ആഫ്റ്റർ ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ഈ വേർഡ് ഇല്ലേ, ഈ വേർഡുകളൊക്കെ ഐ കണ്ടിന്യൂ ടു മേക്ക് സം ചില സൗണ്ടുകളൊക്കെ പറയുമായിരുന്നു. I stopped making the sound wah wah only when I learned to spell the word. വാ വാ എന്നുള്ള സൗണ്ട് മാത്രമായിരുന്നു എന്ത് ചെയ്യുന്നത്? only when I learned to spell the word. ആ വേർഡ് പറയാൻ തുടങ്ങിയപ്പോൾ വാ വാ എന്നുള്ള വേർഡ് പറഞ്ഞ് നിർത്തി. പിന്നെന്താണ് അവിടെ ഒരു വേർഡ്, ന്യൂ വേർഡ് എന്തെങ്കിലും ഉണ്ടോ? ക്വൈറ്റ് പ്ലെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്ലിയർ എന്നുള്ള അർത്ഥമാണ്. ക്വസ്റ്റ്യൻ വായിക്കും. Why does Helen say she showed many signs of an eager, self-asserting disposition? എന്തുകൊണ്ടാണ് അല്ലേ ഈഗറും സെൽഫ് അസർട്ടിംഗ് ഡിസ്പോസിഷനിലെ കാണിക്കാൻ കാരണം എന്തുകൊണ്ടാണ് കാണിച്ചത്? വായിക്കൂ. Because as a baby, അത് എഴുതുമ്പോൾ അവിടെ മുതൽ തന്നെ എഴുതണം കേട്ടോ. ഹെലൻ അല്ലേ she showed many signs of an eager, self-asserting disposition because as a baby she would insist on imitating everything she saw others doing and would even try to say words she had learned. Because as a baby, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ she would insist on imitating, എല്ലാവരും അനുകരിക്കുന്നുണ്ട് ഇതല്ലേ. She saw others doing and would even try to say words. പഠിച്ച വേർഡുകളൊക്കെ പറയാൻ ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ടാണ്. They tell me I walked the day I was a year. ഒരു വയസ്സായപ്പോൾ എന്ത് ചെയ്തു? ഞാൻ നടക്കാൻ തുടങ്ങി.
My mother had just taken me out of the bathtub and was holding me in her lap. എന്നെ ബാറ്റപ്പിൽ നിന്ന് എടുത്തിട്ട് മടിയിൽ വെച്ചേക്കായിരുന്നു, ലാപ്പിൽ വെച്ചേക്കായിരുന്നു. I was suddenly attracted by the flickering shadows. തിളങ്ങുന്ന നിഴലുകൾ of leaves that danced in the sunlight on the smooth floor. സ്മൂത്ത് ആയിട്ടുള്ള മിനുസമാർന്ന ഫ്ലോറില് സൺലൈറ്റില് ഇലകൾ അല്ലേ, എന്ത് ഷാഡോ കണ്ടു നിഴല് കണ്ടു ഇലകളുടെ. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ്. അമ്മയുടെ മടിത്തട്ടിന്ന് ഓടുന്ന് ഇറങ്ങി, സ്ലിപ്പ് ചെയ്ത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ്, അതിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ലി ഗോൺ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരണ വാസ് പെട്ടെന്ന് പോയി. ഐ ഫെൽ ഡൗൺ, ഞാൻ വീണു. ആൻഡ് ക്രൈഡ്, കരഞ്ഞു. ഫോർ ഹെർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹെർ ആംസ്. കഴിഞ്ഞ് വേണ്ടിട്ട് പത്തിലാണ് എഴുതല്ലേ. നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഈ സന്തോഷകരമായ ദിവസങ്ങൾ അധികം നീണ്ടു നിന്നില്ല. ജസ്റ്റ് 1 year, ഒരു വർഷം. വൺ ബ്രീഫ് സ്പ്രിംഗ്, ഒരു സ്പ്രിംഗ് കാലഘട്ടത്തിൽ അല്ലെ, അവസ്ഥ കാലഘട്ടത്തിൽ when the robin and the mockingbird sang their melody song. ആ സമയത്ത് എന്താ ഉണ്ടായിരുന്നത്? മോക്കിംഗ് ബേർഡും റോബിൻ ബേർഡും ഒക്കെ എന്ത് ചെയ്യും? പാട്ട് പാടിയുന്ന സമയത്ത്, കിളികൾ പാടിയുന്ന സമയത്ത് എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിംഗ് റോസസ്. പിന്നെ എന്ത് ചെയ്തു? സമ്മർ കടന്നു, അല്ല സ്പ്രിംഗ് കടന്നു, സമ്മറായി. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. റോസുകളും ഫ്രൂട്ടുകളൊക്കെ വന്ന സമ്മർ. ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഓട്ടമിൽ എന്ത് സംഭവിച്ചു? ഓട്ടം കാലഘട്ടമായപ്പോ ഫ്രൂട്ടുകൾ വരുന്നു, ലീവ്സ് പോയി. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു വന്നു പറയാം. ഒരു വർഷം അങ്ങനെ എല്ലാവരും കടന്നു പോയി. എന്താ കഴിഞ്ഞു? സ്പ്രിംഗ് കടന്നു, സമ്മർ കഴിഞ്ഞു, ഓട്ടം കഴിഞ്ഞു. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി. എല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്തു? ഫെബ്രുവരി ആയി. ഫെബ്രുവരിയിൽ എന്താണ്? ഇൻ ദ മിഡിൽ ഓഫ് വിന്റർ. വിന്ററിന്റെ സമയമായപ്പോൾ ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനസ്. എനിക്ക് എന്ത് ചെയ്തു? അസുഖം പിടിപെട്ടു. വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. എന്റെ 2 കണ്ണുകളും ചെവികളും എന്നത്തേക്കുമായി എന്റെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും നഷ്ടപ്പെട്ടു. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലിവ്. ഡോക്ടർ ദിവസം പിടിച്ചു. ഡോക്ടർ ഞാൻ ഒരിക്കലും ജീവിക്കില്ല. ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. ഒരു ദിവസം പനിയെല്ലാം വിട്ടു. അപ്പൊ അത്ര ശക്തമായിട്ട് പനി വന്ന് കാഴ്ചയെല്ലാം പോയി, ചെവിയും കേൾക്കാതെ ഡോക്ടർമാർക്ക് പറഞ്ഞു ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ദിവസം പനിയെല്ലാം വിട്ടുപോയി. There was great rejoicing in the family that morning. ആ ദിവസം വീട്ടിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ജീവിക്കില്ല എന്ന് പറഞ്ഞ കുട്ടിക്ക് പനിയൊക്കെ മാറി. There was great rejoicing in the family that morning, but no one, not even doctor, knew that I would never see or hear again. നല്ല പനി, ശക്തമായിട്ട് പനി പിടിച്ചു. അല്ല, പനി പിടിച്ച് മരിക്കുമെന്ന് കരുതിയ കുട്ടിക്ക് ഒരു ദിവസം പനി മാറി, വീട്ടുകാർ സന്തോഷിച്ചു. പക്ഷെ അപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നത്തേക്കും അതിന്റെ കേൾവി ശക്തി പോയിട്ടുണ്ട് എന്ന് അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലേ. എന്താണ്? Why didn't Helen's happy days last long? എന്തുകൊണ്ടാണ് ഹെലന്റെ സന്തോഷകരമായ ദിവസങ്ങൾ അധികം നീണ്ടിരിക്കാൻ? എന്തുകൊണ്ടാ? Because she was struck by an illness which left her blind and deaf forever. എന്നത്തേക്കുമായിട്ട് കാഴ്ചശക്തിയും കേൾവിശക്തി നഷ്ടപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ. What tragedy struck Helen in February? ഫെബ്രുവരി ഉണ്ടായ ട്രാജഡി എന്താണ്? The tragedy that struck Helen in February was an illness that closed both her eyes and ears forever. നമുക്കറിയാലോ, എന്നത്തേക്കുമായിട്ട് കാഴ്ചശക്തിയും കേൾവിശക്തി നഷ്ടപ്പെട്ടതാണ് ഉണ്ടായത്. പിന്നെ അതായത് ന്യൂ വേർഡ്സ് ഉണ്ടോ? ഇല്ല. ന്യൂ വേർഡ്സ് ഒന്നുമില്ല. ബ്ലൂം എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് അല്ലേ, വരുന്നുണ്ട്. പിന്നെ ഷെഡ് നമ്മൾ പറഞ്ഞു, ടു ഡ്രോപ്പ് ഓൺ ഡെഡ് ഡ്രോപ്സ്, എന്തെങ്കിലും കടന്നു വീണ് പോവാ. ഷെഡിങ് അതായത് ഇല പൊഴിക്കുക എന്നുള്ള അർത്ഥമാണ് അവിടെ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. I fancy I still have confused memories of that illness. എനിക്ക് എന്താണ് ഓർമ്മകളുണ്ട് അല്ലേ, കുറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കുറെ ഓർമ്മകൾ അസുഖത്തിന്റെ. I especially remember the tenderness with which my mother tried to soothe me in my waking hours. എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് എന്നെ സൂത്ത്, എന്നെ ആശ്വസിപ്പിക്കുന്ന അമ്മ അല്ലെ, അതൊക്കെ എനിക്ക് ഓർമ്മിക്കുന്നുണ്ട്. ഐ ആൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ വിത്ത് വിച്ച് ഐ വോക്ക് അപ്പ് ആഫ്റ്റർ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. ആണ് എന്താണ് ഞാൻ ഓർമ്മിക്കുന്നത്? എന്ത് കൺഫ്യൂഷൻ? എനിക്ക് ഉറക്കത്തിൽ എണ്ണിക്കുമ്പോൾ അല്ലേ ആകെ ഉറക്കം കിട്ടുക. ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആണ്, ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, കേൾവിയില്ല, ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്.
I turned my eyes away from the one loud light. കണ്ണുകൾ ഞാൻ എന്ത് ചെയ്തു? I turned my eyes away from one ലൈറ്റ്, ഇഷ്ടപ്പെട്ട ലൈറ്റിൽ നിന്നും കണ്ണുകൾ മാറി. But except for these fleeting memories, ഈ മെമ്മറികളിൽ it all seems very unreal, വളരെ സത്യമല്ലാത്ത മാതിരി തോന്നി. ലൈക്ക് എ നൈറ്റ്മെയർ, എന്തുപോലെ? നൈറ്റ്മെയർ നമ്മൾക്ക് ദുസ്വപ്നം പോലെ. Gradually, പതുക്കെ I got used to the silence and darkness that surrounded me. പതുക്കെ എനിക്ക് എന്തായി? അത് ശീലമായി തുടങ്ങി. പതുക്കെ ശീലമായി, സൈലൻസും ഇരുട്ടും ശബ്ദമില്ലായ്മയും ഒക്കെ ശീലമായി തുടങ്ങി. I forgot completely that it had all been very different. അത് വളരെ വ്യത്യസ്തമായ ഒന്നാണെന്നുള്ളത് ഞാൻ എന്തെങ്കിലും മറന്നു. കംപ്ലീറ്റ്ലി ഞാൻ മറന്നു. It was my teacher who changed everything. എൻ്റെ ടീച്ചറാണ് എല്ലാം ചേഞ്ച് ചെയ്തത്. And set my spirit free. എൻ്റെ മനസ്സിനെ ശാന്തമാക്കിയത് എൻ്റെ ടീച്ചറാണ്. But the first 19 months of my life had been different. പക്ഷെ എന്തായാലും 19 മാസം കേൾവി ഇതുണ്ടെന്ന അസുഖം വരുന്നവരെയുള്ള ആ സമയം എൻ്റെ വളരെ ഡിഫറെന്റ്, വ്യത്യസ്തമായിരുന്നു. I had caught glimpses, കാഴ്ചകൾ അല്ലേ, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്, നോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്, ഇതിന്റെ വിശാലമായ പച്ചപ്പാടങ്ങളിലെ പച്ച കൃഷിസ്ഥലങ്ങൾ. എ ലൂമിനസ് സ്കൈ ആൻഡ് ട്രീ ആൻഡ് ഫ്ലവേഴ്സ്, തിളങ്ങുന്ന ആകാശവും ആകാശവും മരങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ കാഴ്ചകൾ അന്ന് കണ്ടത്. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ്, ഇരുട്ട് അല്ലേ, ഫോളോ ചെയ്ത ഇരുട്ട് തുടർന്നിട്ട് കുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ദം ഔട്ട്, മുഴുവനായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് എന്റെ മനസ്സിൽ നിന്ന് അതിന്റെ മുഴുവൻ ഒപ്പിയെടുക്കാൻ പറ്റില്ല. തുറന്നു വന്ന ഇരുട്ടിന് എന്റെ മനസ്സിൽ നിന്ന് ഒപ്പിയെടുക്കാൻ സാധിച്ചു. എനിക്ക് അത് ചെറിയ ഓർമ്മകൾ എന്തുണ്ട് ഇപ്പോഴും എന്റെ മനസ്സിൽ ഇതിന്റെയൊക്കെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, why were the first 19 months of Helen Keller's life different? എന്റെ ലൈഫ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞില്ലേ, ബട്ട് ഫസ്റ്റ് 19 months of my life had been different എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് ഡിഫറെന്റ് ആയത്? The first 19 months of Helen Keller's life were different because during that time she was able to see and hear the world around her. But after the illness, she lost these senses and her life became very different as usual. അതായത് ആ 19 മാസം ഷി ഹാഡ് ഏബിൾ ടു സീ ആൻഡ് ഹിയർ, കേൾക്കാനും ഒക്കെ പറ്റുമായിരുന്നു ലോകം മുഴുവൻ. ബട്ട് ആഫ്റ്റർ ഇൽനെസ് അവർക്ക് എന്ത് ചെയ്തില്ല, അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായത്. ഇത്രയാണ് നമ്മുടെ ആ യൂണിറ്റ് അല്ലേ. ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് വൺ, ദേവ് ഈസ് ട്രൈങ് ടു ലിസ്റ്റ് ഔട്ട് ദി ഇവന്റ്സ് ഇൻ ദ ഏർലി ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ ജീവിതത്തിലെ കുറച്ച് ഇവന്റ്സുകൾ എഴുതിയിട്ടുണ്ട് താഴെ. He is not able to put them in order. Read the passage once again and help him write the following in the correct order. താഴെ തന്നിട്ടുള്ള കുറച്ച് ഓർഡറുകളുണ്ട്, ഇവന്റ്സുകളുണ്ട്, അത് ഓർഡറിലാക്കാനാണ്. എന്തൊക്കെയാണുള്ളത്? Helen started walking the day she became a year old. Helen learned the word water in her early months. There was a heated discussion on naming the baby. Helen was the first baby in the family. Helen fell ill. Mildred Campbell was the name suggested for the baby. ഇത് നടന്ന ഓർഡറിൽ എഴുതണം. ആദ്യം സംഭവിച്ച കാര്യം എന്താണ്? Helen was the first baby in the family. ആദ്യത്തെ കുട്ടി ഹെലൻ ആയിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? There was a heated discussion on naming the baby. കുട്ടിക്ക് പേര് കൊടുക്കുന്നതിനെ കുറിച്ചൊരു ഹീറ്റഡ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. Mildred Campbell was the name suggested for the baby. കുട്ടിക്ക് സജസ്റ്റ് ചെയ്ത പേര് മിൽഡ്രഡ് ക്യാമ്പൽ ആയിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? Helen learned the word water in her വാട്ടർ എന്നുള്ള പേര് അതിന്റെ ചെറിയ ഏജിൽ തന്നെ പഠിച്ചു. Helen started walking the day she became a year old. ഒരു വയസ്സായപ്പോൾ ഹെലൻ ചെയ്തു നടക്കാൻ തുടങ്ങി. ലാസ്റ്റ് സംഭവിച്ചു, ഹെലൻ അസുഖം ബാധിച്ചു. രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ചൂസ് അനദർ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഫോർ ദ പാസേജ്. ഈ പാസേജിന് താഴെ നിങ്ങൾ മറ്റൊരു ഹെഡിങ് കൊടുക്കുക. യു മേ ആൾസോ ഗിവ് യുവർ ഓൺ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഓർഡർ നിങ്ങൾക്ക് നിങ്ങളായിരുന്നു കൊടുക്കാം. ഈ മൂന്നെണ്ണത്തെ എന്ത് കൊടുക്കുന്നതാണ്? ഒന്ന് ദ ക്വസ്റ്റ് ഫോർ എ നെയിം, പേരിലുള്ള ദ്രാഹം എന്ന് പറഞ്ഞാൽ പേര് കണ്ടുപിടിക്കാനുള്ള ഒരു ഒരാളെ പേര് കണ്ടുപിടിക്കാനുള്ള ഒരു സെർച്ചിങ് എന്നൊക്കെ അർത്ഥം കൊടുക്കാം. അൺഫോൾഡിങ് ഗ്രീഫ്, വിഷമം തുറക്കൽ അല്ലേ. സീസൺസ്, 4 സീസണെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് പേര് കൊടുക്കാൻ പറ്റും നമുക്ക്? ഏറ്റവും ആപ്റ്റ് ആയിട്ട് അൺഫോൾഡിങ് ഗ്രീഫ് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് അതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരെ കൊണ്ട് എഴുതി കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തോന്നുന്ന അതിന് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പേര്. ഒരു 3-4 എക്സാമ്പിൾസ് ഞാനിവിടെ പറയാം. ഒന്ന്, ബിഫോർ ദ ഡാർക്ക്നെസ്, ഇരുട്ടിന് മുൻപ് എന്നുള്ള ഒരു അർത്ഥം കൊടുക്കാം. ദ ലൈറ്റ് ഐ ന്യൂ, എനിക്ക് അറിയാവുന്ന വെളിച്ചം എന്ന് കൊടുക്കാം. ഫ്രം ബ്രൈറ്റ്നെസ് ടു സൈലൻസ്, പ്രകാശത്തിൽ നിന്ന് സൈലൻസിലേക്ക്, ശബ്ദമില്ലായ്മയിലേക്ക് എന്ന് കൊടുക്കാം. ഏർലി ഗ്ലിംസസ്, നേരത്തെയുള്ള കാഴ്ചകൾ എന്നുള്ള
അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി. സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നമുക്ക് കുറച്ച് സീസൺസ് പറഞ്ഞിട്ടില്ലേ? റൈറ്റ് ദിയർ നെയിംസ്. ഏതൊക്കെ സീസൺ ആണെന്ന് എഴുതുക, ആൻഡ് ഫീച്ചേഴ്സും എഴുതുക. ഈ കോളത്തിൽ എഴുതുക. ഒരു സീസൺ അവിടെ തന്നിട്ടുണ്ട്, സ്പ്രിംഗ് എന്നുള്ള സീസൺ തന്നിട്ടുണ്ട്. സ്പ്രിംഗിൽ എന്താ സംഭവിച്ചത്? ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സിംഗ് മെലഡിയസ് സോങ്സ്. പിന്നെ വന്നിട്ടുള്ള ഏതൊക്കെ നമ്മളെ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. സമ്മറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സമ്മറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. ഓട്ടമിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിംഗ് ലീവ്സ്. വിന്ററിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫെബ്രുവരി ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ വിന്റർ. അത്രയും കാര്യങ്ങളാണ് അതിലുള്ളത് അല്ലേ? നാലാമത്തെ ആക്ടിവിറ്റി. ഹൗ മെനി സീസൺസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമുക്ക് എത്ര സീസൺസ് ഉണ്ട്? കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെന്റ് സീസൺ. ഇന്ത്യയിലെ ഏതൊക്കെ സീസൺ ഉണ്ട്, ഓരോ സീസണിലും ഇന്ത്യയിലെ പ്രകൃതി എങ്ങനെയായിരിക്കും, ഫോട്ടോ നിങ്ങൾ കളക്ട് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടതാണ്. സീസൺ ഏതൊക്കെയാണെന്ന് പറയാം. നോർമലി നമുക്കൊരു 6 സീസൺ, 4 മെയിൻ സീസൺ ആണെങ്കിലും നമുക്ക് 6 സീസൺ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയാം. ഒന്ന് സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വസന്തകാലം. പിന്നെ സമ്മർ, അതായത് നമുക്കറിയാം നമ്മുടെ വേനൽക്കാലം, നമ്മുടെ സ്കൂൾ അവധിയിൽ സമ്മർ വെക്കേഷൻ, സമ്മർ വേനൽക്കാലം. മൺസൂൺ, വേനൽ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും മഴ വരില്ലേ? സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ നല്ല മഴയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ എന്താ പറയാ? മൺസൂൺ എന്ന് പറയാം. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ ഒരു ശരത്കാലമാണ് ഓട്ടം. പിന്നെ വിന്ററും മുന്നേ പ്രീ വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശിശിരകാലമാണ്. ശിശിരത്തിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടമാണ്. അതൊരു മാറ്റം വരുന്നത് ഹേമന്തകാലം എന്നൊക്കെ മലയാളത്തിൽ പറയും. അതങ്ങനെ 6 സീസണുകളാണ് ഇന്ത്യയിലുള്ളത്. അഞ്ചാമത്തെ ആക്ടിവിറ്റി, ലാസ്റ്റ് ആക്ടിവിറ്റി. ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ. നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടർ ആണ് ഇമാജിൻ ചെയ്യാൻ, സങ്കല്പിക്കുക. ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടോക്ക് ടു ഹെലൻ കെല്ലേഴ്സ് മദർ. ഹെലൻ കെല്ലറിന്റെ മദർ, അവരുടെ പേരെന്താണ്? കേറ്റ് കെല്ലർ. അവരോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക്? നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക? നിങ്ങൾക്ക് തോന്നുന്ന കുട്ടികൾ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുക, നിങ്ങളെ അധ്യാപകരെ കാണിക്കുക. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്ത് തരുന്നുണ്ട്, വായിച്ചോളൂ. Mrs. Keller, how did you feel when you first realized that Helen couldn't see or hear anymore after she got sick? ഹെലന് സിക്കായ ശേഷം, അസുഖമായ ശേഷം കേൾക്കാനും കാണാനും പറ്റുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, what were the hardest things about raising Helen after she became blind and deaf? ഹെലൻ ബ്ലൈൻഡ് ഡെഫ് ആയതിനു ശേഷം ഏറ്റവും ബുദ്ധിമുട്ടിയ, നിങ്ങൾ വളർത്തുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടിയ സന്ദർഭം എന്തായിരുന്നു? When did you first notice that Helen was a strong-willed child? How did this affect you to care of her? When did you first notice? ഹെലൻ ഒരു സ്ട്രോങ് വിൽ, നല്ല ഒരു വിൽ പവർ ഉള്ള, അവർക്ക് എല്ലാം ചെയ്യണം എന്നുള്ള കഴിവുള്ള, തോന്നലുള്ള കുട്ടിയാണെന്ന് എപ്പോഴാണ് മനസ്സിലായത്? How did this affect how you look? എങ്ങനെ നിങ്ങൾക്ക് മാറ്റം അഫക്ട് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അടുത്തത്, what advice would you give to other parents who have children with similar challenges? ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുള്ള മറ്റു കുട്ടികളുള്ള പേരൻസിനോട് നിങ്ങൾക്ക് പറയാനുള്ള ഉപദേശം എന്താണ്? How did your family handle Helen's situation and what did they do to help her? നിങ്ങളുടെ ഫാമിലി ഈ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്തു, അവരെങ്ങനെ ഹെൽപ്പ് ചെയ്തു? ഇതാണ് എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ. അപ്പൊ മക്കളെ, നമ്മൾ 7ാം ക്ലാസ്സിലെ ഈ ചാപ്റ്ററും തീർന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ക്വാർട്ടറിലെ എക്സാമിനേഷനുള്ള ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോകളെല്ലാം കണ്ടു നോക്കുക, എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. ഏകദേശം ഇതിൽ നമ്മൾ തന്നിട്ടുള്ള ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ബേസ് ചെയ്ത് ഇതേപോലെയുള്ള ആക്ടിവിറ്റി എല്ലാം ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഫസ്റ്റ് ക്വാർട്ടറിൽ എക്സാമിന് ഉണ്ടാവുക. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് എക്സാം എഴുതാനും ഒക്കെ സാധിക്കട്ടെ. കൂടുതൽ എല്ലാ സബ്ജക്റ്റുകളും നന്നായിട്ട് ചെയ്തു പോവാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.